കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റി കാർ തോട്ടിൽ വീണു. ചങ്ങനാശ്ശേരി സ്വദേശി ജോസഫും ഭാര്യ ഷീബയും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിഞ്ഞു പോകേണ്ടതിനു പകരം കാർ തോട്ടിലേക്ക് ഇറക്കുകയായിരുന്നു. ടോബി ജോൺസണാണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ടോബി, ഇതാദ്യമായല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ അവിടെ ഈ ദമ്പതികളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? സ്മിത, തീർച്ചയായിട്ടും ആദ്യമായിട്ടല്ല ഈ സ്ഥലത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് 4 മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഒരു കാറ് ഈ തോട്ടിലേക്ക് വന്ന് വളവ് തിരിക്കേണ്ടതിന് പകരം നേരെ വന്ന് ഈ കുറുപ്പന്തറ കടവിലേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരെയും അത്ഭുതകരമായി അന്ന് രക്ഷപ്പെടുത്തി. അതിന് സമാനമായ രീതിയിലുള്ള സംഭവമാണ് ഇന്നലെയും നടന്നത്. ഈ ചേർത്തല ഭാഗത്തേക്ക് പോകേണ്ട വാഹനം വളവ് തിരിക്കുന്നതിന് പകരം ഗൂഗിൾ മാപ്പ് നോക്കി നേരെ വന്ന് ഈ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. അധികം ദൂരം ഇത് മുന്നോട്ട് പോയില്ല. ഒരു കുഴിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഴിയിലാണ് ഈ വാഹനം കിടന്നത്. അതൊരു ഭാഗ്യമായി തന്നെ കരുതാം. ഉടൻ തന്നെ ഈ രണ്ടുപേരും, ചെത്തിപ്പുഴ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി. തൊട്ടു പിന്നാലെ നാട്ടുകാരും വന്ന് മറ്റ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി. ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിച്ച് കയറ്റുകയും ചെയ്തു. എന്തായാലും ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കഴിഞ്ഞ വർഷമാണ് വലിയൊരു സംഭവം നടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ സംഭവവും നടന്നിരിക്കുന്നത്. എന്തായാലും ആർക്കും പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ ആശ്വാസമാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. സ്മിത, ടോബി, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേ സമാനമായ സംഭവം ഉണ്ടായി. ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റും, അതൊക്കെ സ്വാഭാവികമാണെങ്കിലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെൻസിങ്ങോ അങ്ങനെ ഒരു സുരക്ഷ അവിടെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു നടപടിക്ക് സാധ്യതയില്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഈ സംഭവം നടന്ന സമയത്തും ഇത്തരത്തിലുള്ള ആവശ്യം അവിടെ ഒരു ചെങ്ങല ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അതൊരു കടവാണ്, കടവിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അതുകൊണ്ടാണോ അവിടെ ബോർഡുകളൊന്നും സ്ഥാപിക്കാത്തതെന്ന് ഒരു സംശയമുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ തവണത്തെ അപകടം ഉണ്ടായപ്പോൾ അവിടെ ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞാണ് അവിടെ ബോർഡുകളൊക്കെ കൃത്യമായിട്ട് സ്ഥാപിക്കണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞൊരു നിർദ്ദേശം നൽകിയിരുന്നതാണ്. അല്ലെങ്കിൽ ശക്തമായിട്ട് അവർ ആവശ്യപ്പെടുകയെന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ബോർഡുകൾ സ്ഥാപിച്ചു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇവർ ഈ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതുകൊണ്ട് വഴിതെറ്റിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അവിടെ ബാരിക്കേഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുമുണ്ട്. ആവശ്യം അത് ന്യായമായ ഒരു ആവശ്യമാണ്. അതിലെന്തെങ്കിലും നടപടികൾ